നിനക്ക് അസാധ്യമായതൊന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ പ്രത്യാശയുടെ വാക്കുകൾ കർത്താവിനോട് പറയണം. കർത്താവ്, നീ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നീ എൽ ശദ്ദായിയാണ്, നീ ഇമ്മാനുവേലാണ്, നീ ഏബനൈസറാണ്, നീ എൻ്റെ നിസിയാണ്. അതേ, അങ്ങ് ഷമ്മായാണ്, അങ്ങക്ക് കഴിയാത്തതൊന്നുമില്ല. അങ്ങ് സർവശക്തനാണ്, എൻ്റെ ആവശ്യത്തേക്കാൾ വലിയവനാണെന്ന്. ആ നിലകളിൽ കർത്താവിനോട് പ്രശംസയൊന്നും ആവശ്യമില്ല. എങ്കിലും കർത്താവ് നോക്കുമ്പോൾ അതെ വളരെ പ്ലസൻ്റായി ദൈവിക സഹായത്തിനു വേണ്ടി ഹല്ലേലൂയ കരുതലോട്, ആ അഭിവാഞ്ചയോട്, കൃത്യമായ പോലെ ആരെന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ഈ ദാവീദ് പുത്രൻ എന്നെ രക്ഷിക്കും. ഈ ദാവീദ് പുത്രനോടുള്ള അപേക്ഷ നിർത്തത്തില്ല. എൻ്റെ സൗണ്ട് എത്ര ഉയർത്തിയാലും, നിങ്ങളെല്ലാവരും പക്ഷേ എന്നെ ചവിട്ടി പുറത്താക്കിയാലും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ അതേ അപമാനിക്കാൻ ശ്രമിച്ചാലും, എൻ്റെ രക്ഷകനെ ഞാൻ വിളിച്ചിരിക്കുമെന്നുള്ള ആ തീരുമാനത്തോടെ, അതുപോലെ തന്നെ ആ രക്തസ്രവക്കാരി സ്ത്രീയോടെ, അതേ എന്നെ കല്ലെറിഞ്ഞു കൊന്നേക്കമായിരിക്കും, പക്ഷെ അവനെ തൊടാതെ, അവൻ്റെ തൊങ്ങലിലൊന്നും സ്പർശിക്കാതെ ഞാൻ അവസാനിപ്പിക്കത്തില്ല. രണ്ട് കുരുടന്മാർ കർത്താവിനെ പിന്തുടരുമ്പോൾ, അതേ അവനവരെ ഗവനിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ, അവൻ പോയ വീടിൻ്റെ മുമ്പിൽ പൂവിലോട് ചെന്ന് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ഇറങ്ങി വന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളെ കണ്ണ് കാഴ്ച തരണമെന്ന് പറയുമ്പോൾ കർത്താവ് അത് ചെയ്യുകയാണ്. അപ്പം കർത്താവിനത് ഇഷ്ടമാണ്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയാതെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു വിടുകയല്ല. യാഥാർത്ഥ്യമാണ്. തകർച്ചകൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പ്രശ്നം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഒരുമിച്ച് പറഞ്ഞു. എന്നാൽ ഈ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ കർത്താവ്. ദാവീദ് കണ്ടതുപോലെ കുന്നോളം മുമ്പിൽ, അല്ലെങ്കിൽ തെങ്ങോളം ഉയരത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനേക്കാൾ ഉപരിയായി ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിനെ തന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് കയ്യിലൊരു കൊച്ചു പേനക്കത്തി പോലുമില്ല, ഒരു കൊച്ചു പിച്ചാത്തി പോലുമില്ല. എന്നിട്ടും ഗോലിയാത്തിനോട് ദാവീദ് പറയുന്നത്, ഞാൻ നിന്റെ ശവത്തെ ഞാൻ ആകാശത്തിലെ പക്ഷികൾക്ക് കഷ്ണമായിട്ട് മുറിച്ചിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ കയ്യിലുള്ള കവണയും കല്ലും മാത്രം എടുത്തിട്ട് എങ്ങനെ മുറിക്കും? ഹല്ലേലൂയ. വാക്ക് പറയുകയാണ്. അങ്ങനെ വാക്ക് പറഞ്ഞ ദാവീദിന് ഗോലിയാത്തിന്റെ വാളുകൊണ്ട് അത് ചെയ്യാൻ ഇടയായി തീർത്തു. ഗോലിയാത്തിന്റെ തലയൊക്കെ വെട്ടിയെടുക്കുന്നത് അവന്റെ വാളുകൊണ്ട് തന്നെ, ഗോലിയാത്തിന്റെ വാളുകൊണ്ട്. ദാവീദിന്റെ വാളൊന്നുമില്ല. അതെ, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ ദൈവത്താ അത് സാധിക്കും. അതുകൊണ്ട് വ്യക്തിപരമായി തകർന്നു കിടക്കുന്നവർ, മനസാക്ഷിയിൽ അത് മുറിഞ്ഞു കിടക്കുന്നവർ, അതെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ നിരാശനാണ്, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന നിലയിൽ തകർന്നുപോയി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്, ഇന്ന് രാത്രി എഴുന്നേൽക്കുക. ഹൃദയത്തിനകത്തൊരു പുതിയ ചൈതന്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. എൻ്റെ ദൈവത്തിന് അത് സാധിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുവാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. എൻ്റെ കാലുകളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കി തീർക്കുന്നവനെന്ന് അതേ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ പറയുന്ന പോലെ, സങ്കീർത്തനം 18 ദാവീദ് പറയുന്ന പോലെ, ഹല്ലേലൂയ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴികളെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട് എനിക്ക്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ ഞാനിത് സാധിക്കും. അവൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്ന ദൈവമാണ്. 144 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, അതേ പോരിനെ വിരലുകളെയും യുദ്ധത്തിനെ കൈകളെയും അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. അങ്ങനെ പറയുന്ന ഭക്ത, നിന്റെ മുമ്പിൽ ഗോലിയാത്തുകൾ വീഴും, നിന്റെ മുമ്പിൽ ഫിലിസ്ത്യർ വീഴും. ഞാൻ ജഡത്തിലുള്ള പോരാട്ടമല്ല പറയും. ചില ആളുകൾക്ക് പറയും വ്യക്തികളെ കൊല്ലുന്ന കാര്യമാണെന്നോ നിങ്ങളിപ്പോൾ പറയുന്നത്. അല്ലല്ല, ആത്മീയമായി പറയുന്നത് പൈശാചിക വൃന്ദങ്ങൾ, അതേ മറഞ്ഞു കിടക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ, അന്ധകാര ശക്തികൾ, അതെ ഭൂമുഖത്ത് ചിതറിക്കിടക്കുന്ന ദുരാത്മാവിന്റെ ശക്തികൾ, കുടുംബങ്ങളെ തകർക്കുന്ന, മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുന്ന, ആസക്തികളിലേക്ക് കൊണ്ടുപോകുന്ന, രാഷ്ട്രീയ രംഗമടക്കം സകലയിടത്തും കലുഷിതമാക്കുന്ന ചിന്താഗതികൾ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മൂർത്തികൾ യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടും. നിങ്ങളുടെ വായ് കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട് അത് ഉച്ചരിക്കുമ്പോൾ പൗലോസ് പറയുന്ന പോലെ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും 1-2 കൊരിന്ത്യർ 10:3 മുതൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എന്നാൽ അവ കോട്ടകളെ തകർക്കാൻ ദൈവസന്നിധി ശക്തിയുള്ളതാ. ഹല്ലേലൂയ. ദുഷ്ടന്റെ കോട്ട, പിശാചിന്റെ കോട്ടകൾ, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, ദേശങ്ങളെ നശിപ്പിക്കുന്ന, രാജ്യങ്ങളെ നശിപ്പിക്കുന്ന പൈശാചിക കോട്ടകൾ എത്ര പ്രബലമാണെങ്കിലും, എത്ര നൂറ്റാണ്ടുകളായി നിൽക്കുന്നവയാണെങ്കിലും അവയെല്ലാം പൊളിച്ചു കളയുവാൻ ഒരാത്മീയന്റെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന സ്വർഗീയായുധങ്ങൾക്ക് സാധിക്കും.
അത് നിങ്ങളുടെ മേലുണ്ട്, എൻ്റെ മേലുണ്ട്. അത് ഇല്ലെങ്കിൽ കർത്താവിനോട് ചോദിക്ക്, എൻ്റെ ദൈവം അത് തരും. അതേ സങ്കീർത്തനം 2:8 പറയുന്ന പോലെ, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെങ്കിൽ, അങ്ങനെ വചനമുണ്ടെങ്കിൽ കർത്താവ് സ്വന്തം തന്നെ ആദരിയാതെ നമുക്ക് വേണ്ടി നൽകിയവൻ അവനോടുകൂടെ സർവ്വവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പൗലോസ് ചോദിക്കുന്ന പോലെ, യേശുവിനെ തന്നവൻ നമുക്ക് എന്താ തടസ്സമായിട്ടുള്ളത്? കാറും ബംഗ്ലാവും വസ്തുക്കളും വേണ്ടി ഓടണമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് കിട്ടത്തില്ലെന്നുമല്ല അതിനർത്ഥം. അതിനേക്കാളൊക്കെ ഉപരിയായി ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം, യഥാർത്ഥമായ ഒരു ക്രിസ്തു ശിഷ്യനായി, യഥാർത്ഥമായ ഒരു ക്രിസ്തുവിൻ്റെ ഉത്തമ ഭടനായി നിൽക്കുവാൻ വേണ്ടതൊക്കെ കർത്താവ് നൽകും.